പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിൽ ഒന്നാമത്തെ അപ്ഡേറ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പങ്കുവെക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ അല്ലാതെ WWE ഷോസ് ലൈവായി കാണാൻ, പ്രത്യേകിച്ച് റസൽമേനിയ പോലെയുള്ള ബിഗ്ഗസ്റ്റ് ഷോ ഒക്കെ ലൈവായി കാണാൻ സാധിക്കുന്ന വെബ്സൈറ്റുകളിലെ ലിങ്കൊക്കെ ആ ഒരു ഷോ തുടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം തന്നെ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ജോയിൻ ചെയ്ത് ആ ഒരു ലിങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സാക്ഷാൽ WWE സൂപ്പർ താരമായ ദ റോക്ക് എന്തുകൊണ്ട് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ ലോഗോയുള്ള ടീഷർട്ട് ധരിച്ചിട്ടുള്ള വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ തുടക്കത്തിലായി നോക്കാൻ പോകുന്നത്. റോക്ക് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ ടീഷർട്ട് ധരിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ പങ്കുവെക്കുന്നത് റെസ്ലിംഗ് ആരാധകരെ സംബന്ധിച്ച് ഞെട്ടലുണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. കാരണം ആരും അത്തരത്തിലുള്ള ഒരു വീഡിയോ റോക്കിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റോക്ക് TKO എന്ന WWEയുടെയും UFCയുടെയും പാരൻറ്റ് കമ്പനിയുടെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടറിലെ അംഗം കൂടിയാണ്. ഒരു റെസ്ലർ മാത്രമല്ല, അല്ലെങ്കിൽ ഹോളിവുഡിലെ സിനിമാ നടൻ മാത്രമല്ല, അദ്ദേഹം കമ്പനിയെ നിയന്ത്രിക്കുന്ന അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തി WWEൻ്റെ കോമ്പറ്റീഷൻ റെസ്ലിംഗ് കമ്പനിയായ NJPW എന്ന് പറയുന്ന ജാപ്പനീസ് റെസ്ലിംഗ് കമ്പനിയുടെ ലോഗോ ധരിച്ചിട്ടുള്ള ടീഷർട്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ, അതിന് മില്യൺ കണക്കിന് ആരാധകർ ഒരു വ്യൂസ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് അർത്ഥമാണ് റോക്ക് ആ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന ഒരു സംശയം നിറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പല കാരണങ്ങളും നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിൽ ഒന്ന്, ദ റോക്ക് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് എന്ന് പറയുന്ന കമ്പനി മേടിച്ചിട്ടുണ്ടായേക്കാം. രണ്ടാമത്തേത്, ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗും WWEയും തമ്മിലുള്ള വർക്കിംഗ് റിലേഷൻഷിപ്പ് വരാൻ പോകുന്നതിൻ്റെ സൂചനയാണ് റോക്ക് അവിടെ നൽകുന്നത് എന്നാണ്. എന്നാൽ ഈ ഒരു കാരണങ്ങളൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് NJPW ഗ്ലോബൽ എന്ന് പറയുന്ന ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ അമേരിക്കൻ ബേസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഇൻസ്റ്റഗ്രാം ഫീഡ്ബാക്ക് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ്, അവർ ഈ ഒരു വീഡിയോ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റോക്കും ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ പങ്കുവെക്കലായിരുന്നു ഈ ഒരു ലോഗോ ധരിച്ചിട്ടുള്ള ടീഷർട്ട് റോക്ക് പങ്കുവെച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതിന് പിറകിലെ പ്രത്യേക കാരണം എന്താണെന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയാൻ സാധിച്ചേക്കാം. എന്തായാലും ഒരു സർപ്രൈസ് എലമെൻറ്റ് റോക്ക് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ മിക്കവാറും റെസ്ൽമേനിയ ആ ഒരു ദിവസമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് മറ്റൊരു സൂപ്പർ താരമായ ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ചാണ്. ബ്രോക്കിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചും എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് പങ്കുവെക്കാനുണ്ടോ എന്നുള്ളത് പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് ബ്രോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്തതും ബ്രോക്കിനെതിരെ കളിച്ച ആ ഒരു സ്റ്റോറിയെ സംബന്ധിച്ച് പറഞ്ഞു പോയതും ബ്രോക്കിൻ്റെ തിരിച്ചുവരവിൻ്റെ സൂചന നൽകുന്നതാണോ എന്നുള്ളത് പല കൂട്ടുകാരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് നമുക്ക് ലേറ്റസ്റ്റായി ലഭിക്കുന്ന ഒരു അപ്ഡേറ്റിൽ നിന്ന് വ്യക്തമാകുന്നത് ബ്രോക്കിൻ്റെ പേര് മെൻഷൻ ചെയ്തത് അത് കോഡി റോഡ്സിൻ്റെ കഴിഞ്ഞു പോയ സ്റ്റോറി ലൈനുകളെ മെൻഷൻ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ബ്രോക്കിൻ്റെ തിരിച്ചുവരവിന് ക്രിയേറ്റീവ് ടീമോ മാനേജ്മെൻറ്റോ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല. ബ്രോക്കിനെ തിരികെ കൊണ്ടുവരാൻ നിലവിൽ ആ ഒരു കേസിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ലഭിക്കാത്തത് കൊണ്ട് അവർക്ക് യാതൊരുവിധ ആഗ്രഹവും ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ബ്രോക്കിൻ്റെ തിരിച്ചുവരവ് നമുക്ക് ഈ അടുത്തൊന്നും കാണാൻ സാധിക്കില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഇവർ WWE സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു ലേറ്റസ്റ്റ് വീഡിയോയിൽ റോമൻ റെയിൻസിൻ്റെ റെസ്ൽമേനിയയിലെ അദ്ദേഹത്തിൻ്റെ മത്സരങ്ങളെ സംബന്ധിച്ച് അവർ ഒരു കൗണ്ട് ഡൗൺ പോലെ ഒരു അപ്ഡേറ്റ് പങ്കുവെച്ചിട്ടു. അത് ഇതുവരെ റോമൻ റെയിൻസ് കളിച്ച റെസ്ൽമേനിയ മെയിൻ ഇവൻറ്റുകളെ സംബന്ധിച്ചാണ് ഒരു വീഡിയോയിൽ പറയുന്നത്. എന്നാൽ ബ്രോക്ക് എന്ന് പറയുന്ന താരത്തിനെതിരെ കളിച്ച 3 റെസ്ൽമേനിയ മെയിൻ ഇവൻറ്റുകളിലും റോമൻ റെയിൻസിൻ്റെ ഒരു പിക്ചർ മാത്രമാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ മെയിൻ ഇവൻറ്റുകളിലും റോമൻ ആരെ പരാജയപ്പെടുത്തി എന്നുള്ളതും ആരായിരുന്നു എതിരാളി എന്നുള്ളതും അവർ വ്യക്തമായി കൊടുക്കുന്നുണ്ട്. എന്നാൽ ബ്രോക്കിൻ്റെ ആ ഒരു വീഡിയോയിൽ ബ്രോക്കിൻ്റെ പേരോ ബ്രോക്കിൻ്റെ ആ ഒരു പിക്ചറോ ഉൾപ്പെടാതിരിക്കാനുള്ള എല്ലാ വിധത്തിലുമുള്ള ഒരു ശ്രമങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രോക്കിനെ മനഃപൂർവ്വം അവർ ഹിസ്റ്ററിയിൽ നിന്ന് മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ WWE എന്ന് പറയുന്ന റെസ്ലിംഗ് കമ്പനിയുടെ ചരിത്രത്തിൽ ബ്രോക്കിൻ്റെ പേര് ഒരിക്കലും മായ്ച്ചു കളയാൻ സാധിക്കില്ല. അത് മായ്ച്ചു കളയണമെന്നുണ്ടെങ്കിൽ കമ്പനി പൂട്ടിപ്പോകണം എന്നുള്ള ഒരു സ്ഥിതിയാണ് ഉണ്ടാകുക. മൂന്നാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് സൂപ്പർ താരമായ ജോൺസിനെ സംബന്ധിച്ച് നമുക്ക് ലീക്കായി ലഭിക്കുന്ന ജോൺസിനയുടെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റെസ്ൽമേനിയ 41 കഴിയുന്നതിന് ശേഷമുള്ള ആദ്യ റോ എപ്പിസോഡ്, കൃത്യമായി പറയുകയാണെങ്കിൽ റോ ആഫ്റ്റർ മേനിയ എന്ന് പറയുന്ന വീക്ക്ലി എപ്പിസോഡിൽ ജോൺസിനെ നിലവിൽ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. ജോൺസിന് ഒരു സെഗ്മെൻറ്റ് നടത്താനും കാണികളെ അഡ്രസ്സ് ചെയ്യാനും സാധ്യതയുണ്ട്. മിക്കവാറും ജോൺസിന് 17ാമത്തെ തവണ ചാമ്പ്യൻ ആയിട്ട് ഈ റോ എപ്പിസോഡ് ആരംഭിക്കുന്ന ആ ഒരു സെഗ്മെൻറ്റ് തന്നെ ചെയ്യാൻ സാധ്യതകൾ കൂടുതലുള്ള ഒരു എപ്പിസോഡാണ് റോ ആഫ്റ്റർ മേനിയ എന്ന് പറയുന്നത്. ജോൺസിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ള മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിലവിൽ പുറത്തേക്ക് വരുന്ന
ചില ബെറ്റിംഗ് സൈറ്റുകളിൽ നിന്നുള്ള റിസൾട്ട് ജോൺസണിക്ക് അനുകൂലമാണ്. അതായത് റസൽമേനിയ 41 കോഡി റോഡ്സിനെ ജോൺസനെ പരാജയപ്പെടുത്താൻ സാധ്യതകൾ ഏറെയാണ്. ഇന്നലത്തെ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ വീഡിയോയിൽ ഞാൻ കോഡി റോഡ്സിനെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രൊഡിക്ഷനിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ കോഡി റോഡ്സ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ പ്രൊഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ നെറ്റ്ഫ്ലിക്സിൽ അല്ലാതെ റസൽമേനിയ പോലെയുള്ള WWE ഷോസ് എങ്ങനെ ലൈവായി കാണാൻ സാധിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പങ്കുവെക്കുന്നുണ്ട്. മാക്സിമം പേര് അതിൽ ജോയിൻ ചെയ്യുക. ഇനി വരുന്ന വീക്ക്ലി എപ്പിസോഡ്സിനും അതുപോലെ തന്നെ റസൽമേനിയ പോലെയുള്ള ബിഗ്ഗസ്റ്റ് ഷോയ്ക്കും അതിൻ്റെ ലൈവായിട്ടുള്ള ലിങ്ക് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.